നോമ്പൊക്കെ ആയിട്ട് പലഹാരങ്ങളൊന്നും ഉണ്ടാക്കിയില്ലെങ്കിൽ ഒരു ഉഷാറ് കാണത്തില്ലല്ലോ. അതുകൊണ്ട് ഇന്ന് വൈകുന്നേരത്ത് ഞാൻ പലഹാരങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങ് നിൽക്കുകയാണ് കേട്ടോ. എൻ്റെ മനസ്സിലെ പ്ലാന് കട്ട്ലറ്റും ഉന്നക്കായയാണ്. കട്ട്ലറ്റ് എങ്ങനെയാണ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രെഡ് കുറച്ച് ബാക്കിയിരിപ്പുണ്ട്, അപ്പം കട്ട്ലറ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഉന്നക്കായ പരിപാടി എങ്ങനെയാണ് വന്നതെന്ന് വിചാരിച്ചാൽ കുറച്ച് ദിവസമായിട്ടോ ഒരു കിലോ ഏത്തയ്ക്ക മേടിച്ച് വെച്ചിട്ട് എങ്ങനെയൊക്കെയോ ഞാൻ കുറച്ചൊക്കെ കഴിച്ച് തീർത്തു. പിന്നീട് ഒരു ഏത്തയ്ക്കയുടെ ബാക്കിയുണ്ടായിരുന്നു, അതിന് ഉന്നക്കായ ഉണ്ടാക്കാം. നിങ്ങളിപ്പോൾ ഒരു പാത്രം കണ്ടില്ലേ, അത് കരിഞ്ഞതും ഈ ഒരു സമയത്ത് തന്നെയാണ് കേട്ടോ. ഞാൻ ഏത്തയ്ക്ക പുഴുങ്ങാനായിട്ട് വെച്ചിരുന്നു ആദ്യമേ, അതിനുശേഷം അതിൽ തന്നെയാണ് കേട്ടോ ഉരുളക്കിഴങ്ങ് പുഴുങ്ങാൻ വെച്ചത്. പക്ഷേ വെള്ളം എങ്ങനെയോ അത് കുറഞ്ഞു പോയിട്ട് എൻ്റെ പാത്രം മൊത്തത്തിൽ കരിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. അതിനെ എങ്ങനെയെങ്കിലുമൊക്കെ ശരിയാക്കി എടുക്കണം. അപ്പോഴത്തേക്ക് നമ്മുടെ ഉന്നക്കായുടെ ഫില്ലിംഗ് ഒക്കെ ഓൾറെഡി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഞാനിതിൻ്റെ റെസിപ്പി ഒന്നും ഷെയർ ചെയ്യാൻ പോകുന്നില്ല, കാര്യം നിങ്ങൾക്ക് എന്നെക്കാളും പെർഫെക്റ്റ് ആയിട്ട് ഇതൊക്കെ അറിയായിരിക്കും കേട്ടോ. എൻ്റെ ഉന്നക്കായുടെ ഷേപ്പ് കണ്ടാലും പേടിക്കണ്ട, എനിക്ക് ഇത്രയൊക്കെ ഉണ്ടാക്കാൻ അറിയത്തുള്ളൂ കേട്ടോ. ഫസ്റ്റ് ടൈമാണ് ഞാൻ ഉന്നക്കായ ട്രൈ ചെയ്യുന്നത്. കഴിച്ചിട്ടുണ്ട്, പക്ഷേ ഉണ്ടാക്കുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ. ഉമ്മ ഉണ്ടാക്കി തന്നിട്ടുണ്ടെങ്കിലും ഞാൻ ഉണ്ടാക്കുന്നതിൻ്റേതായ അൺപെർഫെക്ഷൻ നിങ്ങൾക്ക് ഇതിനകത്ത് കാണാൻ പറ്റും കേട്ടോ. കട്ട്ലറ്റും അതുപോലെ തന്നെയാണ്. കയ്യിൽ കിട്ടിയ ഇൻഗ്രീഡിയൻസും എനിക്ക് തോന്നിയ മസാലകൾ വെക്കുകയാണ് കേട്ടോ ചേർത്തേക്കുന്നത്. പക്ഷേ തരക്കേടില്ലാത്ത രുചി ഉണ്ടായിരുന്നു കേട്ടോ. ആരും കൊള്ളില്ല എന്ന് പറഞ്ഞില്ല, എല്ലാവരും കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു സൈഡിൽ ബ്രെഡും നമ്മൾ അങ്ങനെയല്ലല്ലോ പറയാനുള്ളത്. ഒരു സൈഡിൽ നമ്മൾ ഉന്നക്കായുടെ പരിപാടിയും ഒരു സൈഡിൽ നമ്മുടെ കട്ട്ലറ്റിൻ്റെ പരിപാടിയും നടക്കുകയാണ്. ഈ ഒരു സമയത്ത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നൊരു കാര്യം കൂടിയുണ്ട്. 2-3 വർഷമായിട്ട്, 2-3 വർഷമൊന്നുമല്ല, ഏകദേശം ഒരു 5-6 വർഷമായിട്ട് ഞാൻ എൻ്റെ ഹോസ്റ്റലിലും സലൂണിലും ഒക്കെ ആയിട്ടാണ് നോമ്പൊക്കെ ആഘോഷിച്ചിരുന്നത്. അപ്പം വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഞങ്ങളുടെ കൂട്ടത്തിൽ അലി എന്ന് പറഞ്ഞിട്ടൊരാളുണ്ട് കേട്ടോ. എൻ്റെ കൂടെ വർക്ക് ചെയ്ത ആളാണ്. അപ്പം പുള്ളി എല്ലാ നോമ്പും പിടിക്കും കേട്ടോ. 30 നോമ്പും പുള്ളിക്കുണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു സമയം 6-7 മണി ആകുമ്പോഴത്തേക്ക് നമുക്ക് നോമ്പ് മുറിക്കുന്ന സമയമാകുമ്പോൾ ഞാനൊരു 6 മണിക്ക് കിച്ചണിൽ കയറിയിട്ട് അവന് വേണ്ടിയിട്ടുള്ള ഫ്രൂട്ട്സ് കട്ട് ചെയ്യലും അവന് വേണ്ടിയിട്ടുള്ള സ്നാക്സ് ഒരുക്കങ്ങളും ഒക്കെ ആയിരുന്നു കേട്ടോ. അത് നന്നായിട്ട് എനിക്കിപ്പോൾ മിസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എല്ലാ വർഷവും ഞാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുന്നതാണ്. ഈ വർഷം ഉണ്ടാക്കുമ്പം എനിക്ക് നിങ്ങളുമായിട്ട് കൂടി ഷെയർ ചെയ്യാൻ പറ്റുന്നെന്നുള്ളത് വേറൊരു സന്തോഷമാണ് കേട്ടോ. പിന്നെ വേറൊരു കാര്യം നിങ്ങളോട് ഞാൻ പറയട്ടെ. എനിക്ക് വീഡിയോ 2-3 ദിവസമായിട്ട് അടുപ്പിച്ച് പോസ്റ്റ് ചെയ്തപ്പോഴത്തേക്ക് 1, 2, 3 ഒക്കെ സബ്സ്ക്രൈബേഴ്സ് കയറുന്നുണ്ട് കേട്ടോ. ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നത് കൊണ്ടായിരിക്കുമല്ലോ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പോകുന്നത്. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഈ വർത്താനം പറഞ്ഞ് നിന്നപ്പോഴേക്കും നമ്മുടെ കട്ട്ലറ്റും ഉന്നക്കായൊക്കെ ഓൾമോസ്റ്റ് റെഡിയായി. ഇതൊക്കെ കഴിച്ചതിന് ശേഷം നമുക്കൊന്ന് പുറത്ത് വരെ പോയിട്ട് വരാം. പുറത്തിറങ്ങിയപ്പം അത്യാവശ്യം നല്ല മഴക്കോളുണ്ടായിരുന്നു കേട്ടോ. ഇപ്പം പെയ്യും എന്നുള്ള അവസ്ഥയിലായിരുന്നു. റോഡ് മൊത്തം ബ്ലോക്കുമായിരുന്നു. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്തൊരു അമ്പലത്തിലെ ഉത്സവമാണ് കേട്ടോ. അങ്ങനെ പോകുന്ന വഴിക്ക് ഓസിന് ഒരു ഉത്സവം കാണാൻ പറ്റി. അതിനുശേഷം നമ്മൾ നേരെ പോകുന്നത് SBIയിലേക്കാണ് കേട്ടോ. SBIയുടെ ATM ഒന്ന് ശരിയാക്കാൻ വേണ്ടിയിട്ടാണ്. 3-4 മാസമായിട്ട് ATM കാർഡ് വീട്ടിൽ വന്നിരിക്കുന്നു. ഇതുവരെ അതൊന്ന് ശരിയാക്കാൻ എനിക്ക് മനസ്സ് തോന്നിയിട്ടില്ല കേട്ടോ. അങ്ങനെ അതൊക്കെ ഇന്ന് പോയി ശരിയാക്കി നേരെ തിരിച്ച് വീട്ടിലേക്ക്.